അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വൻ പ്രതിഷേധമാണിന്നുണ്ടായത്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷാരോപണം പ്രതിരോധിക്കാൻ നേരിട്ടിറങ്ങിയ പ്രധാനമന്ത്രി നുണകൾ കൊണ്ട് കോൺഗ്രസിന് രക്ഷപ്പെടാനാകില്ല എന്നാണ് വിമർശിച്ചത്. തന്റെ വാക്കുകൾ പ്രതിപക്ഷം വളച്ചൊടിച്ചു എന്നാണ് അമിത്ഷായുടെ വിശദീകരണം. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है, कांग्रेस पार्टी ने सावरकर जी का भी अपमान किया, कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी कि कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है। अगर आप बाबा साहब के बारे में अगर कोई गलत बोलता है उसको अपने कैबिनेट से निकाल देना चाहिए था। तो हमारी डिमांड ये है तो जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं। उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. PR സുനിലുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. സുനിൽ, അമിത്ഷായുടെ രാജിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് അമിത്ഷാ ഇതിനെ വിശദീകരിക്കുന്നത്? കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. വിനീത, അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധം ഉയർത്തിയത്. അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചത്. ഇന്നലെ ഭരണഘടനാ ചർച്ചയ്ക്ക് മേൽ നൽകിയ മറുപടിയിൽ അമിത്ഷാ നടത്തിയ പരാമർശമാണ് വലിയ വിവാദമായത്. ഏതായാലും ഈ വിഷയം ഉയർത്തി ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസ് ഉയർത്തി. പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമായി. 2 തവണയാണ് ഇന്ന് ലോക്സഭയും രാജ്യസഭയും ഒക്കെ തന്നെ തടസ്സപ്പെട്ടത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ അമിത്ഷായുടെ വാർത്താസമ്മേളനം നടന്നിരിക്കുകയാണ്. അമിത്ഷാ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് തൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് കോൺഗ്രസ് അസത്യം പ്രചരിപ്പിക്കുകയാണ്. അസത്യത്തെ കള്ളപ്രചരണം കൊണ്ട് മൂടി കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. തൻ്റെ പ്രസംഗം മുഴുവനായി ജനങ്ങൾ കേൾക്കണമെന്നും അംബേദ്കറെ അപമാനിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നും സ്വപ്നത്തിൽ പോലും അംബേദ്കറെ താൻ അപമാനിച്ചിട്ടില്ല എന്നുമാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. അംബേദ്കറെ അപമാനിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ തന്നെ അംബേദ്കറിനെ അപമാനിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അംബേദ്കറെ കുറിച്ച് പറയാൻ ഒരു യോഗ്യതയും കോൺഗ്രസിനില്ല എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാളെയും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കൾക്ക് സ്വർഗത്തിൽ പോകാം എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. ഈ പ്രസ്താവനയാണ് വലിയ വിവാദമാവുകയും ഇപ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ശരി, PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.